ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേവിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം, ഇത് രണ്ടും വെച്ച് ഞാൻ നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ തേങ്ങാപ്പാലാണ്. പിന്നെ ഏലക്കായൻ്റെ പൊടി, നെയ്യ്, പിന്നെ കുറച്ച് കശുവണ്ടി. ഇതാ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമുക്കെന്ത് വേണം? ഈ ചക്കക്കുരു വേവിച്ചതും ഈ പഴവും കൂടി നമുക്ക് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരണം മിക്സീൻ്റെ ജാറിൽ. അപ്പോൾ നമുക്ക് പഴം മുറിച്ചിടാൻ നോക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ പഴം മുറിച്ചിടുന്നുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക്. രണ്ട് പഴവും ഞാൻ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കണം. ഇത് വെള്ളടക്കം തന്നെയാണേ. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സീൻ്റെ ജാറിൽ വേഗം അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ. അപ്പോൾ ഇതാ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ഒന്നും കട്ടയൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയുണ്ട് കലക്കി വെച്ചിട്ട്, വെറും വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, വേറെ ഒന്നുമില്ല. ഇത് ലാസ്റ്റ് വേണ്ടതാണ്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കേണ്ടതാണ്. ഇനി ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ. നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് അണ്ടിപ്പരിപ്പ് ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കോരിയെടുക്കട്ടെ. അപ്പോൾ അതിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ അരച്ച് വെച്ച ഈ സംഭവം ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം വരണ്ട് വരട്ടെ ഇത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം ഒഴിക്കുന്നതിലൊക്കെ ഞാൻ കാണിച്ചു തരും. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ, ഒരുപാട് ലെങ്ത്തായിക്കൊണ്ട നമ്മളെ വീഡിയോ. അപ്പോൾ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കാം നമുക്ക്.
ഇപ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് അരിപ്പൊടി കലക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരിപ്പൊടിയും കൂടി ഒഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം കുറുകിക്കോളൂ. അപ്പോൾ ഞാൻ അരിപ്പൊടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. അരിപ്പൊടിയും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെ വേഗം കുറുകാൻ തുടങ്ങും. അരിപ്പൊടി ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ കുറുകി കുറച്ചായിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല, അന്നേരം അടിക്ക് പിടിച്ചു പോവും. എന്നിട്ട് സാവധാനം ഇങ്ങനെ ഇളക്കി കൊടുക്കും. കണ്ട, ഇപ്പം തന്നെ ഇതാ അതിൻ്റെ അകത്ത് അരീൻ്റെ കൂട്ട ഒഴിച്ച് കഴിഞ്ഞേരത്ത് കുറുകി വരാൻ തുടങ്ങി. കണ്ട, അപ്പോൾ നല്ലോണം കുറുകിയതിൻ്റെ ശേഷം കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിടുന്ന് അതൊന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം. ഒരു നുള്ളു ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് കുറുകിയിട്ട് കാണാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് വീണ്ടും എല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നെയ്യ് എല്ലാ സ്ഥലത്തും ആവട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറുകി വരുന്നവരെ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എല്ലാം ഞാൻ നെയ്യല്ല ഒഴിക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഹലുവക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് കുറുകി വരും. ഒഴിക്കട്ടെ. ഇപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് നല്ല അടിപൊളിയായിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇതിലിങ്ങനെ വിട്ട് വന്നോളൂ. ഇപ്പം ഇനി നമുക്ക് മൂത്ത് വന്നിട്ടാകുമ്പോൾ കാണാം. അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യിൻ്റെ അകത്ത് ആക്കുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനിയൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ട് വരും. അപ്പം അതിൻ്റെ പാകമാകുമ്പോൾ ഞാൻ വാങ്ങും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാങ്ങേണ്ട പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കളറെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, കണ്ട നമ്മളെ പാനിൻ്റെ അകത്തുനിന്ന് വിട്ട് വരുന്ന പരുവത്തിലായി. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് വാങ്ങാനുള്ള പാകമായി. കണ്ട, അപ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ, നെയ്യ് ഇതെല്ലാം ഇതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. കണ്ട, ഇതാ അതാണ് ഈ കാണുന്നത്. അടിപൊളി പാകത്തിനായി. ഇപ്പോൾ കണ്ട, ഇതാ ഇങ്ങനെ വരും. ആ സമയമാകുമ്പോഴാണ് നമ്മളിത് വാങ്ങേണ്ടത്. അതിലിടക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്ക് കണ്ടീഷൻ ആയിട്ടുണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ പാകം. കണ്ട, ശരിക്ക് വിട്ട് വരാൻ തുടങ്ങിയില്ലേ? ഇതാ വെണ്ണപ്പറ്റെല്ലാം കാണുന്നില്ല നിങ്ങൾ? നെയ്യും നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ എല്ലാം ഇതാ കണ്ട, നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് വേഗം വാങ്ങിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കാൻ വേണ്ടി വിചാരിച്ച് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പം ഞാൻ പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കണം. നല്ല കണ്ടീഷനായിട്ട് എല്ലാം ആക്കി കണ്ട. അപ്പോൾ ഇതാ ഗൈസ്, ചക്കക്കുരുവും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇതാറിക്കഴിഞ്ഞാലേ മുട്ടാൻ പറ്റൂ. അതിലിടക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ഇങ്ങനെ മാത്രമേ കാണിച്ചു തരാൻ പറ്റൂ. അപ്പോൾ ഓക്കെ, ബൈ.